ആമോസിന്റെ പ്രവചന പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. കർത്താവ് നമ്മളോട് ഈ അധ്യായത്തിൽ നിന്ന് ഈ വാക്യങ്ങൾ കൂടെ സംസാരിക്കട്ടെ. ഞാൻ പ്രധാനമായിട്ട് 8-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിനു മുന്നേ ഈ അധ്യായത്തിൽ ഇതുവരെ ഉള്ള അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ 1-2 വാക്കിൽ പറഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുക. ആമോസിനെ പറ്റി പറയുമ്പോൾ ഹി വാസ് നോട്ട് എ പ്രോഫറ്റ്, താൻ ഒരു പ്രവാചകനായിരുന്നില്ല. ദൈവം തന്നെ വിശേഷമായി തിരഞ്ഞെടുത്ത് പ്രവചന ശുശ്രൂഷയ്ക്കായി ഇസ്രായേലിലേക്ക് അയക്കുകയാണ്. യഹൂദ എന്ന് പറയുന്ന 2 ഗോത്രം അടങ്ങുന്ന രാജ്യത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേലിലേക്ക് ദൈവാലോചനയുമായി അയച്ച പ്രവാചകനാണ് ആമോസ്. ആമോസിന്റെ പ്രവചന പുസ്തകത്തിന്റെ ഒരു ടോൺ മനസ്സിലാകാൻ, അതിൻ്റെ ആ സമ്മറി ആയിട്ട് ആ സന്ദേശവും ആ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കിയാൽ മതി. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കുന്നു, യെരൂശലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും. ഈ പുസ്തകത്തിൽ കൂടെ പ്രവാചകൻ തുടർന്ന് സംസാരിക്കുന്ന പ്രവാചക ശബ്ദത്തെ അതിന്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതെന്തിന്റെ പോലെയാണ്? സിംഹത്തിന്റെ ഗർജനം പോലെ, ഇടി മുഴക്കം പോലെ, നാദം പോലെ. ഇറ്റ്സ് ലൈക്ക് എ തണ്ടർ, ഇറ്റ്സ് ലൈക്ക് എ റോർ ഓഫ് എ ലയൺ. ഒരു സിംഹം അതിന്റെ ഇരയെ കാണുമ്പോൾ ഗർജിച്ചുകൊണ്ട് ആ ഇരയെ കടിച്ച് കീറാൻ പാഞ്ഞടുക്കുന്നത് പോലെയാണ് ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ് ആ പ്രാരംഭ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകത്തിന്റെ ഒരു ഔട്ട്ലൈൻ, ഞാൻ 8-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പറഞ്ഞാൽ, ഇതിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികളോടുള്ള ദൈവത്തിന്റെ ന്യായവിധി, അവർ ചെയ്ത അതിക്രമങ്ങൾ നിരത്തി അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയാണ് 1-2 അധ്യായങ്ങളിൽ കാണുന്നത്. 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവാചകൻ ഇപ്പോൾ ചെന്ന് ശുശ്രൂഷിക്കുന്ന ഇസ്രായേൽ രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ചെയ്ത പാപം, അവരുടെ വീഴ്ച, അവർക്ക് വരാൻ പോകുന്ന ന്യായവിധി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തുള്ള പ്രവാചകന്റെ സന്ദേശം 3, 4, 5, 6 അധ്യായങ്ങളിൽ കാണാം. 7 മുതൽ 8, 9 അവസാനത്തെ 3 അധ്യായങ്ങളിൽ 5 ദർശനങ്ങളാണ്. 5 ദർശനം, പ്രവാചകനെ ദൈവം കാണിച്ച 5 ദർശനങ്ങളാണ് അവസാനത്തെ 3 അധ്യായത്തിൽ കാണുന്നത്. ഇന്ന് നമ്മൾ എടുത്ത 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിലെ 4-ാമത്തെ ഒരു ദർശനവും അതിനോടനുബന്ധിച്ചുള്ള ദൈവാലോചനയുമാണ് കാണുന്നത്. 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 4-ാമത്തെ പ്രവാചകൻ കണ്ട ദർശനം 8-ാം അധ്യായത്തിന്റെ 1, 2 വാക്യം ഒന്ന് വായിക്കണം. യഹോവയായ കർത്താവ് എനിക്ക് ഒരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ഒരു കുട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളി ചെയ്തത്, എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. 4-ാമത്തെ ദർശനം ഇതാണ്. പ്രവാചകനെ ദൈവം പഴുത്ത പഴം കാണിക്കുകയാണ്. പ്രവാചകനോട് ചോദിച്ചു, നീ എന്തോ കാണുന്നേ? ഒരു കൊട്ട പഴുത്ത പഴം. പഴം പഴുത്ത് കഴിയുമ്പോൾ മരത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നത് പോലെ ഇസ്രായേലിനെ പറിച്ചു മാറ്റാൻ സമയമായി, ഞാൻ ഇനി ശിക്ഷിക്കാതെ അവരെ വിടത്തില്ലെന്നുള്ള ശക്തമായ ന്യായവിധിയുടെ ദൂതാണ് 8-ാം അധ്യായം തുടങ്ങുന്നത്. 8-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ 11 മുതലുള്ള വാക്യത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രാധാന്യവും അതില്ലാതെ പോയാൽ കടന്നു വരാൻ സാധ്യതയുള്ള ക്ഷാമത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ
വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. 11-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഇവിടെ പ്രാരംഭത്തിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു മനുഷ്യന് ജീവിക്കാൻ ആഹാരത്തിന്റെ ആവശ്യമുണ്ട്. ആഹാരം ദീർഘനാളുകൾ കഴിക്കാതിരുന്നാൽ അത് ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, അത് എവിടെ ചെന്ന് അവസാനിക്കും? ജീവൻ പോലും നിലനിർത്താൻ പറ്റാത്തൊരു നിലയിലേക്ക് ചെന്നെത്തും. ഈ 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം നടത്തുന്ന കമ്പാരിസൺ നമ്മൾ പഠിക്കണം. ദൈവവചനമാണ് നമ്മുടെ ആത്മീക മനുഷ്യന് എന്ത് നൽകുന്നത്? ജീവൻ പകരുന്നു. ഇറ്റ്സ് എ ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ഫുഡ് ആൻഡ് വാട്ടർ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായപ്രമാണമുണ്ട്, പ്രവാചകന്മാരുടെ വാക്കുകളുണ്ട്. അതിൽ കൂടെയാണ് ഇവർക്ക് ജീവനും ഇവർക്ക് വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറയാം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം നമുക്കും അത് തന്നെയാണ്. പുതിയ നിയമത്തിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളുണ്ട്. നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും ആത്മീക ജീവൻ നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുവാ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. സ്തോത്രം. ഏറ്റവും ആവശ്യം ദൈവത്തിന്റെ വചന. വാക്യങ്ങൾ ഞാൻ പറയാം. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കുവിൻ. യേശു കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ ഒരു പോസിറ്റീവ് സെൻസിലാണെങ്കിലും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ നെഗറ്റീവായിട്ടും ഒരു ന്യായവിധിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് ആ ഒരു ലൈനിലാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യങ്ങളുടെ ഒരു എക്സ്പോസിഷനാണ് ഞാൻ പറയുന്നത്. 8-ന്റെ 11-ാമത്തെ വാക്യം ജനത്തോടുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്. ക്ഷാമം വരുന്നുണ്ട്, ഒരു ക്ഷാമം വരുന്നുണ്ട്. ഈ 8-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു 2 അല്ലെങ്കിൽ 3-ാമത്തെ അധ്യായം തൊട്ട് ഇസ്രായേലിന് വരുന്ന ന്യായവിധി ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ വാക്യം എടുക്കണ്ട, ഞാൻ പറയുന്ന വാക്യം മാത്രം വായിച്ചാൽ മതി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 3-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ യാഗപീഠത്തെ നശിപ്പിക്കും, നിങ്ങളുടെ യാഗമെല്ലാം ഞാൻ നശിപ്പിച്ച് ആ സ്ഥലം ഇല്ലാതാക്കും. 4-ാമത്തെ അധ്യായം നമ്മൾ ഇതിനു മുമ്പ് വിശാലമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ദൈവം അവരുടെ ഇടയിൽ ഡിസിപ്ലിന് വേണ്ടി, അവരെ ശിക്ഷിക്കാൻ വേണ്ടി, അവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റാൻ വേണ്ടി ദൈവം പല കാര്യം ചെയ്തു. 4-ന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ചില പട്ടണങ്ങളിൽ അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, എംപ്റ്റി സ്റ്റൊമക്ക്. കഴിക്കാൻ ആവശ്യത്തിന് അപ്പമില്ലാത്ത സാഹചര്യം നിങ്ങളുടെ ചില പട്ടണങ്ങളിൽ ഉണ്ടായി. അപ്പൊ ദൈവം ചിന്തിച്ചു, അപ്പത്തിന്റെ ക്ഷാമം വരുമ്പോ ജനമെല്ലാം എന്തോ ചെയ്യും? എങ്കിലേക്ക് തിരിഞ്ഞു വരുമെന്ന് ഓർത്തു. പക്ഷെ അവിടെ എഴുതിയേക്ക്, എന്നിട്ട് അവർ എന്നോട്. അപ്പത്തിന്റെ ക്ഷാമം കഴിഞ്ഞ് ചില പട്ടണങ്ങളിൽ വെള്ളമില്ലാതെ വന്നു. ഒരു പട്ടണത്തിൽ മഴയുണ്ട്, അതിന്റെ തൊട്ടടുത്ത പട്ടണത്തിൽ മഴയില്ല. ഒരു കണ്ടത്തിൽ മഴ പെയ്യുന്നു, നല്ല കൃഷി, അതിന്റെ തൊട്ടടുത്ത കണ്ടത്തിൽ മഴയില്ല. അപ്പൊ ദൈവം ചിന്തിച്ചു, ഇത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ദൈവം എന്തോ ഞങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവര് തിരിയുമെന്ന് ഓർത്തു. ഇവര് തിരിഞ്ഞില്ല. ദൈവം അതിന്റെ ശേഷവും പറയുന്നു, എന്നിട്ടും ഇവർ തിരിഞ്ഞില്ല. താഴോട്ട് വായിക്കണം. അവരുടെ ഇടയിൽ രോഗമുണ്ടായി, മഹാമാരി ഉണ്ടായി, യുദ്ധത്തിൽ ജനം തോറ്റോടി, എന്നിട്ടൊന്നും ജനം തിരിഞ്ഞില്ല. 4-ാം അധ്യായം അവിടെ കഴിഞ്ഞു. 5-ാമത്തെ അധ്യായം അതിനേക്കാളും ഒരു പടിയുടെ മുന്നോട്ട് ചെന്ന് ദൈവത്തിന്റെ ന്യായവിധി പ്രവാചകൻ പറയാ. അത് ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. 5-ാം അധ്യായത്തിൽ രസകരമായ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാല് ജീവനോടിരിക്കുന്ന ജനത്തിന്റെ ശവടക്ക് നടത്തി. അവരടിച്ചു പൊളിച്ച് ആർഭാടമായി സുഖിച്ച് ജീവിക്കുമ്പോൾ പ്രവാചകൻ പറയാ, നിങ്ങളുടെ ശവടക്കിന്റെ പാട്ട് ഞാൻ ഇപ്പോൾ
പാടാം. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, അവൾ ഇനി എഴുന്നേൽക്കത്തില്ല, തെരുവിലെല്ലാം ശവങ്ങൾ കിടക്കുന്നു. അതിനകത്തിൽ ഒരു പ്രയോഗം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുക. അവിടുത്തെ ഒരു പ്രശ്നം എന്തുവാണെന്നറിയാമോ? അന്നത്തെ ശവ അടക്കിന്, ഫ്യൂണറൽ ശുശ്രൂഷയ്ക്ക് ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇന്ന് പാട്ടുകാരെ വിളിക്കുന്ന പോലെ ആയിരിക്കും, അവര് കരയാൻ ആളെ വിളിക്കും. അന്ന് അവിടെ പറ്റിയത് ഈ കരയാൻ ആൾക്കാരില്ലാതെയായിട്ട് പണിക്ക് പോയ കർഷകനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നീയും കൂടി ഇന്ന് കോയറി കേൾക്കോളാൻ കരയാനേ. അത്രയ്ക്ക് മരണങ്ങൾ നടക്കുക. ആളെ കുഴിച്ചിടാൻ അല്ലെങ്കിൽ അത് ശവസംസ്കാരം നടത്താൻ പോലും ആളില്ലാത്ത പോലെ മരണം, ന്യായവിധി. എന്നിട്ടും ജനം ഇതൊന്നും കേട്ട് ഇളകിയില്ല. 6:1 വാക്യത്തിൽ പറയുന്നത്, സിയോൻ ശമരിയ പർവ്വതത്തിൽ ഞങ്ങൾ സ്വൈര്യമായിട്ടിരിക്കും. വി ആർ നോട്ട് ചലഞ്ച്ഡ് ബൈ ദീസ് മെസ്സേജസ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രോഗ്രഷൻ ആണ്. ഓരോന്നായിട്ട് ന്യായവിധി പറഞ്ഞ് 8-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രവചന പുസ്തകത്തിന്റെ ഒരു ക്ലൈമാക്സ് ആകുക. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇതുവരെ പറഞ്ഞതിനേക്കാളെല്ലാം കഠിനമായ, ഏറ്റവും സീരിയസ് ആയ ഒരു വാർണിംഗ് ആണ് ഇവർക്ക് നൽകുന്നത്. ഈ ന്യായവിധിയെ പറ്റി ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ, ഈ ജഡ്ജ്മെന്റിനെ പറ്റി ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ, ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം, ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയാം, ഈ സന്ദേശം അവസാനിക്കുന്നതിന് വരെ നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാകണം. ഈ ന്യായവിധിയുടെ പ്രത്യേകത, ദിസ് ഈസ് അൺഡിറ്റക്റ്റബിൾ കൈൻഡ് ഓഫ് എ പണിഷ്മെന്റ്. അൺഡിറ്റക്റ്റബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ന്യായവിധി. ഒരാൾ മരിച്ചാൽ അയ്യോ പുള്ളിക്കാരൻ മരിച്ചു എന്ന് നമുക്കറിയാം. ഒരാൾക്ക് രോഗം വന്നാൽ രോഗമില്ലെന്നറിയാം. പക്ഷെ ഇവിടെ പറയുന്ന ന്യായവിധി സംഭവിച്ചാൽ ദിസ് ഈസ് സോ സ്ലോ. ഇത് ചെറുകെ ഗ്രാജുവലായിട്ട് നടക്കുന്നത് കൊണ്ട് ഈ ന്യായവിധി സംഭവിച്ചതുപോലും ജനത്തിനറിയാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ദാറ്റ് ഡേഞ്ചറസ്. എന്തുവാണ് ഇവിടുത്തെ പ്രശ്നം? പ്രവാചകൻ പറയുന്ന വാർണിംഗ്, അപ്പത്തിന്റെ ക്ഷാമമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായേനെ. കാരണം വയറിൽ എന്തോ വിശപ്പ് തട്ടുമ്പോ അറിയാം, അയ്യോ അപ്പൊ ഇന്നില്ലല്ലേ ഒന്നും കൊടുക്കാൻ. പക്ഷെ ഇവിടുത്തെ ക്ഷാമത്തിന്റെ പ്രത്യേകത വചനമില്ല. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഫാമിൻ. സ്പിരിച്വൽ ഫാമിൻ, ഒരു ആത്മീക ക്ഷാമമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ 11-ാം അധ്യായത്തിൽ നമ്മൾ ഈ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഫാമിൻ തമ്മിൽ ഒരു വലിയ വ്യത്യാസം കാണാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അപ്പമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനാണ് ക്ഷീണം, വചനമില്ലെങ്കിൽ ആത്മാവിനാണ് ക്ഷീണം. ശരീരത്തിന്റെ ക്ഷീണം അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുണ്ടാകുന്ന ക്ഷാമത്തിന് ടെമ്പററി ലോസേ ഉള്ളു. ടെമ്പററി ലോസ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ ഒരു മരണം. പക്ഷെ ഈ വചനമില്ലാതുണ്ടാകുന്ന ക്ഷാമം കൊണ്ടുവരുന്നത് എന്തോന്നറിയാമോ? എറ്റേണലായിട്ടുള്ള നാശമാണ്. മനസ്സിലാകുന്നുണ്ടോ? വചനത്തിന്റെ ക്ഷാമം സംഭവിക്കുമ്പോൾ അത് ശരീരത്തിന്റെ മരണമല്ല, ആത്മാവിന്റെ മരണമാണ്. ആത്മാവിനെ പറ്റി പുതിയ നിയമത്തിൽ പറയുന്നത് എന്താ? സകല ലോകത്തെക്കാളും വില എന്തിനുണ്ട്? അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇമ്പോർട്ടന്റ്? സ്പിരിച്വൽ ഫാമിൻ വിൽ ബി വെരി വേഴ്സ്. ഒത്തിരി ഭയാനകമായിട്ട് വചനത്തിന്റെ ക്ഷാമം തീരാൻ സാധ്യതയുണ്ട്. That's why it is said in this order. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓർഡറിൽ പറയുന്നത്, നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ക്ഷാമം പോലെ അല്ല ഇത്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ നമുക്കതിനൊരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുക, ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യമേ നമ്മളിൽ എത്ര പേര് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്? How many of us have realized this fact? For example, have we really understood that word of God is more important than all the material needs? ഇവിടെ അപ്പം എന്ന് പറഞ്ഞാൽ ഭൗതികമായി നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമുള്ള എല്ലാ നന്മകളെക്കാളും പ്രധാനം ദൈവവചനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ എത്ര പേർക്കുണ്ട്? എന്നോടൊപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ആഴ്ച പാട്ടില്ലായിരുന്നു, പ്രസംഗം മാത്രമേ. അപ്പൊ നമ്മുടെ പ്രതികരണം എന്തുവായിരുന്നു? ഇന്ന് എന്തുവാ?
ഒരാഴ്ച, ഇനിയിപ്പോ ഈ ആഴ്ച പറ്റത്തില്ല, അടുത്ത ആഴ്ച ഒരു കീബോർഡിസ്റ്റ് ഉണ്ടെന്ന് വെക്കുക. ആരെങ്കിലും നല്ല കീബോർഡിസ്റ്റ് വരട്ടെ. കീബോർഡിസ്റ്റ് ഉണ്ട്, പാട്ട് നല്ലതായിട്ട് ലീഡ് ചെയ്ത് അവസാനം പറഞ്ഞു ഇന്ന് എന്തോ ഇല്ല, ഇന്ന് വചന ശുശ്രൂഷ ഇല്ല, എന്തോയേ ഉള്ളൂ. പാട്ടും പിന്നെ 2 പേർക്ക് വേണമെങ്കിൽ സാക്ഷ്യം പറയാനോട് അവസരം, പിന്നെ നമ്മളൊരു പാട്ട് പാടി. അപ്പൊ നമുക്ക് എന്തോ തോന്നും. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ട് നിങ്ങൾ യോജിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ എന്തോ തോന്നിയേനേം. എത്ര നാളുകൊണ്ടാ ഇങ്ങനത്തെ ഒരു സന്തോഷം എന്നൊക്കെ തോന്നാം. ബിക്കോസ് വി ഹാവ് നോട്ട് റിയലൈസ് ദിസ് ഫാക്ട്. നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ പറയുക? പ്രാരംഭത്തിൽ ഞാൻ പറയുന്ന കാര്യം, empty pulpits are worse than empty stomach. വചനമില്ലാതെ ശൂന്യമായി പോകുന്ന പുൽപിറ്റുകൾ അപ്പത്തിന്റെ ക്ഷാമത്തെക്കാളും ദുരന്തം കൊണ്ടുവരുമെന്ന് ദൈവസഭകൾ പഠിച്ചിരുന്നെങ്കിൽ, ദൈവദാസന്മാരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ക്ഷാമം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഞാനിത് പറയുമ്പോൾ ന്യൂ ലൈഫിലുള്ളവർ മാത്രമല്ല ഇന്ന് കേൾക്കുന്നത്, പലരും ഇത് ഇന്ന് പിന്നീട് കേൾക്കുമായിരിക്കും. പക്ഷെ ന്യൂ ലൈഫിലുള്ള നമ്മളെല്ലാവരും ദൈവവചനത്തിന്റെ ശക്തി അനുഭവിച്ചവരല്ലേ? ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ ഈ സഭയുടെ ഭാഗമായത്? രോഗം മാറാതിരുന്നപ്പോഴും ജോലി ലഭിക്കാതിരുന്നപ്പോഴും വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇവിടെ മുഴങ്ങിയ ദൈവശബ്ദം ശരീരത്തിന് സൗഖ്യം ലഭിക്കുന്നതിനേക്കാളും ലോകത്തിൽ വലിയ ഉദ്യോഗം ലഭിക്കുന്നതിനേക്കാളുമുള്ള ധൈര്യം പകർന്നിട്ടില്ലേ? അനുഭവം ഉള്ളവരല്ലേ ഇവിടെ? അല്ലെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ച് ഇവിടെ കൂടേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇപ്പോൾ എന്തോ പറ്റി? വർഷം മുന്നോട്ട് ചെല്ലുമ്പോൾ ആ അനുഭവങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറിത്തുടങ്ങിയോ? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ശുഭ്രം ചെയ്ത് മയക്കിയതാരാ? Who said you there is something more than this? ദൈവം അവിടുത്തെ വചനത്തിൽ കൂടെ സംസാരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമേറിയത് എന്താ ഉള്ളേ? Nothing more than the voice of God. Let us not be fooled. എന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. ദൈവവചനമില്ലെങ്കിൽ ജീവനില്ല, ദൈവവചനമില്ലെങ്കിൽ വളർച്ചയില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാണ്, ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുന്നു. ദൈവവചനം ഇല്ലെങ്കിൽ ദൈവ സാന്നിധ്യമില്ല. When the word goes, God himself departs. Then you think about the state of the church. ദൈവവചനം പുറത്തേക്ക് പോകുമ്പോൾ ദൈവം പോയെന്ന അതിൻ്റെ അർത്ഥം. ദൈവം പോയെന്ന അർത്ഥം. അനുഗ്രഹിക്കപ്പെട്ട പല പാസ്റ്റർമാരെ ഞാൻ പല സഭകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചില പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, ഇത് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനല്ല, അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാലും കുഴപ്പമില്ല. There are some pastors of local churches who are happy to see that there is a guest on Sunday. ഞായറാഴ്ച ഗസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ പാസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാലല്ലേ ഈ ടൈം ഒന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ. Because the pastor doesn't want to speak. Pastor has no word. ഇത് ഓൺലൈനൊക്കെ കേൾക്കുന്നവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കണം. If there is no word, ഒരു മാസ്റ്റർ ഇപ്പം പറയാ സമയമെല്ലാം മുന്നോട്ട് പോയോണ്ട് പാട്ട് പാടി സ്വോത്രാഴ്ച ഇട്ടിട്ട് ഇന്ന് ആശീർവാദം പറയാൻ പോവാന്ന് പറയുമ്പോ നമ്മൾ ഇതങ്ങ് ചിന്തിച്ചാൽ മതി. The word is gone, the God is not there. കർത്താവ് സംസാരിക്കാത്ത സഭായോഗമോ ദൈവവചനം എക്സ്പോസ് ചെയ്യാത്ത കൂടി വരുമോ? എന്തിനാ? അവിടെ നല്ല കൂട്ടായ്മയാന്നൊക്കെ ചിലർ പറയാ. കൂട്ടായ്മ നല്ലതാ, ഭയങ്കര സ്നേഹമായി, ഇറ്റ് ഈസ് ഓൾ ഗുഡ്. പക്ഷെ ദൈവം വല്ലതും പറയുന്നുണ്ടോ അവിടെ? Is the word of the Lord exposed in its right sense? If not, ഇതൊരു വലിയ അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ അപ്ലൈ ചെയ്യണം. ഇത് സഭകൾ, ശുശ്രൂഷകന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ തന്നെ ഓരോ ദിവസവും is the Lord speaking to you? കർത്താവ് വ്യക്തിപരമായി അവിടുത്തെ വചനത്തിൽ കൂടെ ഒക്കെ സംസാരിക്കുന്നുണ്ടോ? വ്യക്തിപരമായ ഡിവോഷൻ, മെഡിറ്റേഷൻ, വചനവായന, അതിൽ കൂടെ ദൈവശബ്ദം ഓരോ ദിവസം കേൾക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നത്?
ന്യൂ ലൈഫിലുള്ളവർ കർത്താവിനെ സ്തുതിക്കണം. ധാരാളമായി ദൈവവചനം കേൾക്കാൻ കൃപ ലഭിച്ചവരാണ് നമ്മൾ. വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ദ മെസ്സേജ് ടുഡേ? ഇന്നത്തെ ഞാൻ ഈ സന്ദേശം പറയുന്നതിന്റെ ലക്ഷ്യം ഞാൻ പ്രാരംഭത്തിലേ പറയട്ടെ. ഇവിടെ ആമോസിൽ കൂടെ ദൈവം ന്യായവിധി പറയുമ്പോഴും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മൾ കാണണം. ഇന്ന് നമ്മളോട് ഇത് ന്യായവിധിയാണ്, എന്തിനാ ഇത്രയും കട്ടിക്ക് പ്രവാചകന്റെ പുസ്തകം എടുത്ത് പറഞ്ഞു ചോദിച്ചാൽ അതിനകത്തിലൊരു കൃപയുണ്ട്. ഞാൻ അത് പറയാം. ഈ വാക്യം, ഈ 11 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ആവർത്തിച്ച് വരുന്നൊരു വാക്യം എന്തോന്നറിയാമോ? ദിവസം വരുന്നു. ദ ഡേയ്സ് ആർ കമ്മിങ്. ക്ഷാമം വരുന്ന ദിവസങ്ങൾ വരുന്നു. ആ ദിവസത്തിൽ, അന്നാളിൽ എന്ന് പറഞ്ഞാല് പ്രവാചകൻ മുൻകൂട്ടി ജനത്തോട് പറയാ, നിങ്ങൾ ഈ പോക്ക് പോയാൽ ഭാവിയിൽ എന്തോ വരും, ക്ഷാമം വരും. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ അത് വരാതിരിക്കാൻ, ക്രമീകരിക്കാൻ വേണ്ടി ദൈവം കൃപ തോന്നി ഇവർക്ക് മുന്നറിയിപ്പ് നൽകുക. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇത് ചിന്തിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന്, ഏകാഗ്രമായ ചിന്തയിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ അന്ന് സംഭവിച്ച ആ ന്യായവിധി, ആ ക്ഷാമം നമ്മുടെ ഇടയിലും കടന്നു വരാം. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. നോക്കണമേ, ആ 11-ാമത്തെയും 12-ാമത്തെയും വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കണം. 11 and 12. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ലാതാനും. 12-ാം വാക്യത്തിന്റെ ആ അവസാനത്തെ പ്രയോഗത്തിൽ നിന്ന് ഇവിടെ സംഭവിക്കുന്ന ക്ഷാമം എന്താണെന്ന് വ്യക്തമാണ്. There is no word of God. ദൈവ വചനം ഇല്ല. പക്ഷെ ഈ 11-ാം വാക്യത്തിലെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ്. അവിടെ പറയുന്നത് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവവചനം കേൾക്കുക എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ആ ജനത്തോട് പ്രവാചകൻ സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഇങ്ങനെ ഒരു ക്ഷാമം വരാൻ ഉള്ള കാരണം നിങ്ങൾ കേട്ടതെന്തോ ആയില്ല, ശരിയായില്ല. ദ വേ യു ലിസൺഡ് വാസ് നോട്ട് റൈറ്റ്. ദൈവവചനത്തോട് ഉള്ള ജനത്തിന്റെ മനോഭാവമാണ് ഇത്രയും കഠിനമായ ക്ഷാമം ദേശത്ത് വരാൻ കാരണമായത്. ദൈവം വളരെ ശക്തമായ ഒരു വാർണിംഗ്, ഒരു ജഡ്ജ്മെന്റ് അവരോട് പറയുമ്പോൾ അതിന്റെ കാരണക്കാര് ദൈവം വചനം മാറ്റിയത് എന്തിനാന്നുള്ള ചോദ്യമല്ല, മറിച്ച് യു ഡിഡ്ന്റ് ലിസൺ റൈറ്റ്. നിങ്ങൾ കേട്ടില്ല ശരിക്ക്. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വചനം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല. അതാണ് അവിടെ പറയുന്ന കാര്യം. ഞാൻ 1-2 അവരുടെ മനോഭാവം, വചനത്തോടുള്ള അവരുടെ പ്രതികരണം, ആമോസിന്റെ പുസ്തകത്തിൽ നിന്നുകൊണ്ട് തന്നെ ആമോസിൽ കൂടെ ദൈവം പറഞ്ഞ ദൈവാലോചനയോടുള്ള അവരുടെ പ്രതികരണങ്ങൾ ഞാൻ ഒന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ താല്പര്യപ്പെടുക. നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ അതുണ്ടോ എന്ന് നോക്കണം. ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയാം, ഞാൻ ഈ ഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ദ ചർച്ചസ് ടുഡേ. ഇന്നത്തെ പല സഭകളിലും ഇനി ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്? ക്ഷാമം എന്ന് ദൈവം പറഞ്ഞ ന്യായവിധി വരുന്നുണ്ട്. വന്നിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ഈ വചനപ്രകാരം നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നോക്കിക്കേ, 1-ാമത്തെ അവരുടെ മനോഭാവം, 2-ാമത്തെ അധ്യായം 11-12 വാക്യം, ചാപ്റ്റർ 2 വേഴ്സസ് 11 and 12. ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ തന്നെ അല്ലയോ ഇസ്രായേൽ മക്കളെ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ
നിങ്ങൾ വൃദ്ധസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇവിടുത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇവര് ചെയ്ത പ്രവാചകന്മാരോട് ദൈവാലോചന അറിയിക്കുന്നവരോട് ആ ജനം ചെയ്ത ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ദൈവം അവരെ കനാനിൽ കൊണ്ട് പാർപ്പിച്ചു. ദൈവം തന്റെ കൃപയിൽ അവരിൽ ചിലരെ പ്രവാചകന്മാരായിട്ട് എഴുന്നേൽപ്പിച്ചു, ദൈവത്തിന്റെ ആലോചന ജനത്തോട് അറിയിക്കാൻ. പക്ഷെ ഈ ജനം ചെയ്ത കാര്യം പ്രവാചകനോട് എന്തോ പറയാണ്, പ്രവചിക്കരുതെന്ന് കൽപ്പിക്കുകയും ചെയ്ത ആ വാക്ക് കണ്ടോ? പ്രവാചകന് കൽപ്പന കൊടുക്കുന്നവരായ ആര്? ജനം. These people began to control the prophet. പ്രവാചകനാണ് ദൈവത്തിന്റെ കൽപ്പന പറയേണ്ടത്, പക്ഷെ പ്രവാചകന് കൽപ്പന കൊടുത്ത് ശുശ്രൂഷിപ്പിക്കുന്ന നിലയിലേക്ക് പ്രവാചകനെ ഒതുക്കുന്ന ഒരു ജനമായിരുന്നു ഇസ്രായേലിൽ. പീപ്പിൾ കൺട്രോൾഡ് പ്രൊഫറ്റ്സ്. ജനം നിയന്ത്രിക്കുന്ന പ്രവാചകന്മാർ. ദൈവം ഇവിടെ ചോദിക്കുക, ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിയന്ത്രിപ്പാൻ നിനക്കാരെ അധികാരം തന്നെ? Who gave you the authority? ഞാൻ കൽപ്പിച്ചയച്ച എന്റെ പ്രവാചകന്മാരോട് പ്രവചിക്കില്ലെന്ന് പറയാൻ നിനക്കാരാ ധൈര്യം തന്നെ? ചോദ്യം ചോദിക്കുക പ്രവാചകനായിരിക്കുന്ന ആമോസിൽ കൂടെ. അങ്ങനെ അവർ പ്രവാചകനെ നിയന്ത്രിച്ചത് കൊണ്ടാണ് ദേശത്ത് എന്തോ സംഭവിക്കുന്നത്, ഒരു ക്ഷാമത്തിന്റെ ദിവസം വരുന്നേ. നമ്മുടെ പെന്തക്കോസ്തൽ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. Look at our churches. അന്നത്തെ പ്രവാചകനെ വിളിക്കാൻ പറ്റിയ പേര് പീപ്പിൾ കൺട്രോൾ പ്രോഫറ്റ്സ് ആണെങ്കിൽ, ഇന്നത്തെ സഭകളിൽ പീപ്പിൾ കൺട്രോൾഡ് പാസ്റ്റേഴ്സ്. പാസ്റ്റർമാരെ നിയന്ത്രിക്കുന്ന ജനം. To an extent where pastors have become puppets of the people. ജനത്തിന്റെ കയ്യിലെ പാവ പോലെ പ്രവാചകനായി തീരുന്ന അവസ്ഥ. അങ്ങനെ പാസ്റ്റർമാരെ നിയന്ത്രിക്കുന്ന, there are people who are afraid. ദൈവവചനത്തിന്റെ എക്സ്പോസിഷൻ അതിന്റെ നിലയിൽ പറയാൻ ഭയമാണ്. കാരണം ജനം എന്തോ ചെയ്യും, ശുശ്രൂഷകനെതിരെ തിരിയും. പാസ്റ്റർ എന്ത് പ്രസംഗിക്കണം, പാസ്റ്റർ എന്തോ ചെയ്യണം, പാസ്റ്റർ എന്ത് പറയണം, ഇതെല്ലാം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് സഭയിലെ ആൾക്കാർ വർദ്ധിക്കുമ്പോൾ നമ്മുടെ സമൂഹം ഇത് മനസ്സിലാക്കണം. വചനത്തിന്റെ ഷോർട്ടേജ് നാം തന്നെ വരുത്തി വെച്ചതാണെന്നുള്ള ബോധ്യമുണ്ടാകും. The first attitude of the people is that they are controlling, they are commanding the prophet. അവരാണ് കൽപ്പിക്കുന്നത്, അവരാണ് നിയന്ത്രിക്കുന്നത്. പ്രവാചകൻ എന്തോ പറയണം. രണ്ടാമത്തെ നോക്കണം, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഇതിന്റെ മറ്റൊരു എക്സ്ട്രീം. 7-ാമത്തെ അധ്യായം 12-13 വാക്യം. Chapter 7 verses 11 and 12. യൊരോബെയാം വാൾ കൊണ്ട് മരിക്കും, ഇസ്രായേൽ 7:12. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് ബേഥേലാണ്. ബേഥേലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, രാജാവിന്റെ വിശുദ്ധ മന്ദിരമുള്ള, രാജധാനിയുള്ള, റോയൽ പ്രീസ്റ്റ്ഹുഡ്, റോയൽ പ്രോഫറ്റ്സ് ഒക്കെ നിന്ന് പ്രവചിക്കുന്ന സ്ഥലം. അവിടെ ആമോസ് ദൈവാലോചനയുമായിട്ട് ചെന്ന് പ്രവചിച്ചപ്പോൾ അതിനെ ദൈവം ന്യായം വിധിക്കുമെന്ന് ശരിയായ ദൈവാലോചന അറിയിച്ചപ്പോൾ അവിടുത്തെ സ്ഥലം പുരോഹിതൻ അപ്പൊ പറഞ്ഞു, ഇവിടെ നിന്റെ ദൂത് വേണ്ട, യു ഡോണ്ട് പ്രൊഫസർ ഹിയർ, യു ഗെറ്റ് ഔട്ട്. എടോ പ്രവാചക, ഇറങ്ങി പൊക്കോണം, നിന്റെ ദൂത് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് യഥാർത്ഥ പ്രവാചകനെ എന്തോ ചെയ്യുക, പുറത്താക്കുക. ദേ ആർ അവോയ്ഡിങ് ദ പ്രൊഫറ്റ്. രണ്ടാമത്തത് എന്തോന്നറിയോ, പ്രവാചകനെ എന്തോ ചെയ്യുക, പുറത്താക്കുക. ഒന്നാമത്തത് എന്തുവായിരുന്നു, പ്രവാചകനെ സ്വാധീനിക്കുകയായിരുന്നു. പ്രവാചകനെ സ്വാധീനിച്ചതിൽ നിന്ന് രണ്ടാമത്തെ ഇവരുടെ മനോഭാവം പ്രവാചകനെ പുറത്താക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഈ രണ്ട് കാര്യത്തിൽ നിന്ന് പറഞ്ഞാല് രണ്ട് കൂട്ടത്തിലുള്ള മാസ്റ്റർമാരുണ്ട് പൊതുവെ, ഞങ്ങൾ ഉൾപ്പെടെ, എല്ലാവരും ഉൾപ്പെടെ. ഒരു കാറ്റഗറി അവര് കീഴ്പ്പെടും,
സ്വാധീനിക്കാൻ വന്നാൽ ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ എന്നാ അങ്ങനെ മതി, അല്ല അങ്ങനെ വേണം, എന്നാ അങ്ങനെ വേണം. വിത്തൗട്ട് എനി സ്റ്റാൻഡ് ദേ വിൽ സബ്മിറ്റ്. അങ്ങനെയാണെങ്കിൽ അവർ കൺട്രോൾ ചെയ്ത് കൊണ്ട് നടക്കും. പക്ഷെ വഴങ്ങാത്തവരുണ്ട്, അവരെ എന്തോ ചെയ്യും? അവരെ പുറത്താക്കും. യു ഡോണ്ട് പ്രൊഫസൈ ഹിയർ, യു ഗെറ്റ് ഔട്ട്. എന്തോ മനസ്സിലായെന്നറിയോ? വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു യുവർ കമ്മ്യൂണിറ്റി? കുറെ പേരെ സ്വാധീനിച്ച് ഇഷ്ടമനുസരിച്ച് തുള്ളാൻ വേഷം കെട്ടി നിർത്തി മറ്റു പലരെ പുറത്താക്കിയപ്പോൾ സഭകൾക്കകത്തേക്ക് സഭയെ വിഴുങ്ങിക്കളയുന്ന വചനത്തിന്റെ ക്ഷാമം വന്നത് തിരിച്ചറിയാതെ പോയി. You look at the attitude of the people. ആ ജനം ചെയ്ത കാര്യം തന്നെ അല്ലേ ഇന്നും സഭകളിൽ, ഇന്നും പെന്തക്കോസ്റ്റ് കൂട്ടായ്മകളിൽ കാണുന്നത്? By avoiding some, by controlling others, there is a big famine. മൂന്നാമത്തെ കാര്യം, 5-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, 5:21. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ചു നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. വായിച്ചോ. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുൻപിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. മതി. ശ്രദ്ധിക്കണം, മൂന്നാമത്തെ ഇവരുടെ മനോഭാവം. ഇവരുടെ ഇടയിൽ എല്ലാ ആത്മീക കാര്യങ്ങൾ, ചടങ്ങുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഉത്സവമുണ്ട്, സഭായോഗമുണ്ട്, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, തടിച്ച മൃഗങ്ങളെ കൊണ്ടുള്ള യാഗം, പാട്ടുണ്ട്. നമ്മുടെ കൂട്ടല്ല, അവർക്ക് പാട്ടുണ്ട്, അവർക്ക് വീണാനാദമുണ്ട്, എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോൾ ഇവർക്ക് എന്തിനു മാത്രം താല്പര്യമില്ല? പ്രവാചകനിൽ കൂടെയുള്ള ദൈവവചനം മാത്രം കേൾക്കാൻ മനസ്സില്ല. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എവറി സ്പിരിച്വൽ ആക്ടിവിറ്റീസ് വിത്തൗട്ട് ഗോഡ്സ് വേർഡ്. ദൈവവചനമില്ലാതെ എല്ലാ ചടങ്ങുകളും കൃത്യം നടത്തുന്ന ഒരു രീതിയായിരുന്നു അന്ന് അവിടെ. നമ്മളെ ദൈവമക്കൾ ഇവിടെ ഞാനിത് പറയുമ്പോൾ തിരിച്ചറിയണം, കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം സഭായോഗം ഞായറാഴ്ച കൂടുന്നതാകട്ടെ, കോട്ടേജ് മീറ്റിംഗ്സ് ആകട്ടെ, എനി മീറ്റിംഗ്, ദ മെയിൻ എംഫസിസ്, ദ പർപ്പസ്, അതിന്റെ ഉദ്ദേശം എന്തുവാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആലോചന ദൈവവചനത്തിൽ കൂടെ കൃത്യം പറഞ്ഞ് ജനത്തെ അതിന്റെ അനുസരണത്തിലേക്ക് വിളിക്കുന്നതാ. കുറച്ചുള്ള ഒരു പരിപാടി നമുക്കില്ല. ദാറ്റ് ഈസ് ദ ഓൺലി പർപ്പസ് ഓഫ് ദ ഗാദറിംഗ്. ഞാനിത് പറയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എന്തോ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? when we go for a service, ഇന്നിപ്പം ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് ഇവിടെ വന്നതാണല്ലോ, എന്തിനാണ് വന്നതെന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗ്, വ്യാഴാഴ്ച കോട്ടേജിന്, why have you come? ഇന്ന് എന്തിനാ ഇവിടെ വന്നേ? അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുവാണെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക, എന്തിനാണ് ഇന്ന് വന്നേന്ന്. See, I seriously don't understand when നമ്മൾ അറിയാതെ ഒരാഴ്ച, പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ദൈവവചന ശുശ്രൂഷയെ അവഗണിച്ചാൽ for what did we come then? Let us get very serious, very serious. ഉറങ്ങി ഉഴപ്പി ഇതിനകത്തിലൊന്നും കാര്യമില്ലെന്നുള്ള നിലയിൽ ഇരുന്നാൽ, ദൈവം ചരിത്രത്തിൽ അങ്ങനെ ചെയ്തെങ്കിൽ നമ്മളോട് ചെയ്യത്തില്ലെന്ന് എന്തുകൊണ്ടാ തോന്നുന്നത്? Why do you think the Lord will spare us? Our attitude to God's word, ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കും? ഈ അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ ക്ഷാമം വരുമെന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ഒരു പ്രയോഗമുണ്ട്. ആ ടെക്സ്റ്റിൽ തന്നെ അതിന്റെ മേളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചിട്ട് മുന്നോട്ട് പോവാം. നോക്കണമേ, ചാപ്റ്റർ 8, 8-ാം അധ്യായത്തിൽ അവരുടെ മറ്റൊരു മനോഭാവം നമുക്ക് അവിടെ കാണാം. 8-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. ഞങ്ങൾ ഏഫായെ കുറച്ച് ശേഖേലിനെ വലുതാക്കി
കള്ളത്തുലാസുകൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ട് ചെരുപ്പിനും മേടിക്കേണ്ടതിനും ഗോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ഞങ്ങൾ ഏഫയെ കുറച്ച് ഷേക്കലിനെ വലുതാക്കി. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ആ ഭാഗം, അതിന്റെ അർത്ഥം ഞാൻ പറയാം. ഈ ദൂത് 8-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത് അവരുടെ ഇടയിലെ ബിസിനസ്സുകാരോട് പറയാം. അപ്പർ ക്ലാസ് ബിസിനസ്മെൻ, സാമ്പത്തികമായി മേളിൽ നിൽക്കുന്ന പണമുള്ള കച്ചവടക്കാരോട്, ബിസിനസ്സുകാരോട് പറയാം. അവരോട് പറയുന്നത്, നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ശരിയായ അളവല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ് എഫ്ഐയെ കുറച്ചു ഷേക്കലിനെ വലുതാക്കി എന്ന് പറഞ്ഞാൽ, സാധനം വാങ്ങുമ്പോൾ കർഷകരുടെ കയ്യിൽ നിന്നാവട്ടെ, ഈ കച്ചവടക്കാർ വാങ്ങുമ്പോൾ 1 കിലോയുടെ ബാസ്ക്കറ്റ് ആണെന്ന് പറഞ്ഞ് 2 കിലോ വെക്കും. അപ്പം 1 കിലോ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ കിട്ടി. വിൽക്കാൻ എന്തോ ചെയ്യും? 1 കിലോയുടെ പാത്രം എന്ന് പറഞ്ഞ് 1/2 കിലോയുടെ വെക്കും. അതാണ് ഇതിനെ ചെറുതാക്കുക. ചെറുതാക്കുമ്പോൾ എന്തോ പറ്റും? 1 കിലോയാന്ന് ഓർത്ത് 1/2 കിലോ കൊടുക്കും. കച്ചവടക്കാരൻ്റെ കയ്യിൽ എന്തോ ഇരിക്കും. അപ്പം പറഞ്ഞു വരും, നമുക്ക് 2 സൈഡിൽ നിന്നും വാങ്ങിച്ചപ്പോഴും ലാഭം, കൊടുത്തപ്പോഴും ലാഭം. ഇവരാരാകുക? മേൽക്കുമേൽ അഭിവൃദ്ധി വർദ്ധിച്ചു വരുന്ന, ബിസിനസ് വർദ്ധിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അവരോടാണ് പറഞ്ഞത്, നിങ്ങൾ കള്ള തുലാസ് ഉണ്ടാക്കി കച്ചവടം ചെയ്തുകൊണ്ടാണ് ഈ സഭായോഗത്തിനൊക്കെ വന്നിരിക്കുന്ന അവരെ ശക്തമായി വാർണിംഗ് നൽകുക. നമുക്കതിന് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് വരുത്തേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ എന്തോ വേണം, ക്രിസ്തീയ എത്തിക്സ് ഒക്കെ വേണം. കൂടിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് പഴകിയതെടുത്ത് കൊടുക്കുന്നതും തട്ടിപ്പാണ്. വേറെങ്ങും കിട്ടാത്തത് ഞാൻ ഇപ്പോ അത് അപ്പുറത്തെ കട ചെല്ലുമ്പോൾ ഇതിന്റെ ഭൗതിക വിലയ്ക്ക് അപ്പുറത്ത് കാണും. നമ്മളെ ഈ കളിപ്പിക്കുന്ന പോലത്തെ വശീകരണ വാക്കുകളൊക്കെ പറഞ്ഞ് വീഴ്ത്താൻ, അതൊന്നും നമുക്ക് ചേർന്നതല്ല. അത് നമ്മുടെ സന്ദേശവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിലും ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. ഇനി നോക്കണം, അടുത്ത വാക്യമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കിക്കോ. 5-ാമത്തെ വാക്യം, ഗോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും ഗോതമ്പ് പീടിക തുറന്നു വെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. ഇവിടെ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം. അവരുടെ പ്രശ്നം, അവരുടെ ദേശത്ത് 2 പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ, ആത്മീയമായിട്ട് 2 കാര്യം നടക്കുന്നുണ്ട്. ഒന്ന് ന്യൂ മൂൺ, അമാവാസി. 2 ശബത്ത്. ഈ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിന്റെയും ആരംഭത്തിലെ ദിവസമാണ്. ഈ ഓരോ മാസത്തിലെ ആരംഭത്തിലെ ദിവസത്തിൽ ജനമെല്ലാം ഒന്നിച്ചുകൂടി ദൈവത്തിന് യാഗം കഴിക്കുന്ന ദിവസമാണ്. മറ്റേത് ശബത്ത് നമുക്കറിയാം, 7-ാമത്തെ ദിവസം, ആഴ്ചയുടെ 7-ാമത്തെ ദിവസം വിശ്രമിക്കുന്ന ദിവസം. ഈ 2 ദിവസത്തിൽ ബിസിനസ്സുകാർക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2 ദിവസവും എന്തോ ചെയ്യാൻ പറ്റത്തില്ല, ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത്, ഇതെപ്പോ തീരും? അർത്ഥം ഇവിടെ നമ്മൾ കാണേണ്ട ഇവരുടെ മനോഭാവം. യാഗത്തിന് അമാവാസി ചെല്ലുമ്പോഴും വിശ്രമ ദിവസത്തിൽ ശബത്ത് ആചരിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ എന്തോ ഇരിക്കുന്നത്? ബിസിനസ്. യാഗം കഴിക്കാൻ പോവാ, പക്ഷെ മനസ്സിൽ എന്തുവാ? ബിസിനസ്. സഭായോഗം കൃത്യമായിട്ട് നടക്കും, വചന ശുശ്രൂഷ കറക്റ്റായിട്ട് നടക്കും, പക്ഷെ മനസ്സിൽ കൂടെ എന്തോ പോവും? ബിസിനസ്. പിള്ളേർക്കാണെങ്കിൽ പരീക്ഷ, നാളത്തെ ക്ലാസ്, മറ്റേത് പല കാര്യങ്ങൾ മനസ്സിൽ കൂടെ പോവും. പക്ഷെ പുരോഹിതൻ എന്തോ ചെയ്യുക? യാഗം കൊടുത്തു, അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കൃത്യമായിട്ട് ചടങ്ങെല്ലാം നടക്കുന്നുണ്ട്, ആശീർവാദത്തോടെ അവർ പോവുകയും ചെയ്തു. പക്ഷെ മനസ്സിലിരിക്കുന്നത്, മനസ്സിവിടില്ല. പക്ഷെ യു ആർ സിറ്റിംഗ്, ശുശ്രൂഷയിലുണ്ട്, ശബത്തിലുണ്ട്, ന്യൂമൂൺ അമാവാസിയിൽ പുള്ളിക്കാരനുണ്ട്, പക്ഷെ മനസ്സവിടില്ല. നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതാ. വാട്ട് ഈസ് ഇൻ അവർ മൈൻഡ്? നമ്മുടെ മനസ്സിങ്ങനെ കാട് കയറി പോവല്ലേ, പല പല ചിന്തകളാൽ ഇങ്ങനെ ഗോയിങ് ഓൾ അറൗണ്ട് ദ വേൾഡ്. അതാ അവർക്കും പറ്റിയ. അതിന്റെ കുറച്ചുകൂടെ അപകടം എന്താണെന്നറിയോ? അടുത്തെന്ന് പറഞ്ഞാല് ഇവർ ഈ മനസ്സിൽ കൂടെ ബിസിനസ് ചിന്തിച്ച് അവിടുന്ന് വാങ്ങുമ്പോൾ നമുക്ക് ലാഭം, കൊടുക്കുമ്പോൾ ലാഭം, ഇതിങ്ങനെ കൂട്ടി ഇവരുടെ മനസ്സിൽ ഇപ്പൊ ചിന്ത, ഈ യോഗം എപ്പോ, ഈ ശബത്ത് എപ്പോ തീരും, ഈ അമാവാസി എപ്പോ തീരും?
പ്രസംഗം ഞാൻ ഒരു അരമണിക്കൂറിൽ തീർക്കും, എല്ലാം കൂടെ നമ്മൾ 1 മണിയാകുമ്പോൾ വീട്ടിൽ പോകും. എപ്പ തീരും എന്നുള്ള ചിന്തയാ. When will this get over? സീരിയസ്ലി നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ തന്നെ എത്ര വട്ടം സമയം നോക്കുന്നു, എത്ര വട്ടം അസ്വസ്ഥരാകുന്നു, എപ്പോഴിത് തീരുമാനം ചിന്തിക്കുന്നത്. സെയിം തിങ്, വെരി സെയിം. ഇതിന്റെ കുറച്ചും കൂടെ ഒരു പടിയൂടെ മുന്നോട്ട് ചെന്നാൽ എന്തുവാന്നറിയോ? ഇവർക്കിത് ചിന്തിച്ച് ഇവര് അന്യോന്യം പറയുന്നത് എന്തുവാന്നറിയോ? ഈ അമാവാസിയിലും ശബത്തിലൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് ഞങ്ങളുടെ ബിസിനസ് ആയിരുന്നു. ഞങ്ങളുടെ പീടികയും തുറന്ന് അവിടെ ഇരുന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലാഭം ഞങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത. അത് നമ്മുടെ ഇടയിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തുവാണെങ്കിലും ഞായറാഴ്ചകളിൽ നമ്മളെല്ലാവരും വരാറുണ്ട്. പക്ഷെ അറിയാതെ നമ്മൾ ചിന്തിക്കും, മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ സർവീസ്, മോർ ഇമ്പോർട്ടന്റ് ദാൻ ഗോഡ്സ് വേർഡ് ബീൻ എക്സ്പ്ലെയിൻഡ് ഈസ് അവർ ബിസിനസ്. ബിസിനസ് ആണ് ഇതിനേക്കാളും നല്ലത്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഈ ഒരു 2-3 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണെന്ന് ബോധ്യമുള്ളവരുണ്ടോ? അത്രയും പേരേ ഉള്ളൂ. മതി, അത്രയും പേര്. ഇനി എല്ലാവരും പൊക്കല്ലേ, മതി. If that is not the top priority, we are just like that people. അവരങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ക്ഷാമം വന്നേ. ഇവിടെ ഇരിക്കുമ്പോഴും ഫോണിൽ കൂടെ ബിസിനസ് ഡീല് നടത്തുന്നതല്ല. ഞാനൊരു വാക്യം കൂടെ കാണിക്കാം. ഇതിന്റെ അടുത്ത വാക്യം നിങ്ങൾ നോക്കണം. 6-7 വാക്യം. Look at 6 and 7. ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പീൻ. ഞാൻ അവരുടെ പ്രവർത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവ. കേട്ടോ, പ്രവാചകനിൽ കൂടെ പറയാ. അമാവാസിയിൽ പോയി ശബത്തിന് ചെന്നപ്പോൾ എപ്പോ തീരും, ഇതിന് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ കമന്റ് പറഞ്ഞ് ഇരുന്ന ജനത്തോട് പ്രവാചകൻ പറയാ, നീ പറഞ്ഞത് ഒന്നും എനിക്ക് മറവല്ല. ഐ നോ എവറിത്തിങ് ദാറ്റ് യു ഡിഡ്. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൾക്ക്? ദൈവവചന ശുശ്രൂഷയെ അലങ്കോലപ്പെടുത്തി ശ്രദ്ധ കൊടുക്കാതെ കമന്റ് പറഞ്ഞാകട്ടെ ചിരിച്ചും കളിച്ചും മുഴപ്പി ഉറങ്ങിയും കളയുമ്പോൾ God is not looking at your attendance. അറ്റൻഡൻസ് അല്ല ദൈവം നോക്കുന്നത്, മനസ്സുണ്ടോ ഇവിടെ. ദൈവവചനത്തോടുള്ള പ്രതികരണം ഇവാലുവേറ്റ് ചെയ്യുന്ന ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ദൈവസഭയ്ക്ക് നഷ്ടപ്പെടരുത്. എന്താ ക്ഷാമം ദേശത്ത്? ദൈവം വചനം കൊടുക്കുന്നില്ല. അത് ദൈവത്തിന്റെ കുറ്റമല്ല. ആവശ്യത്തിലധികം ദൈവവചനം ഉണ്ടായിരുന്നപ്പോൾ അതിനെ അവഗണിച്ച് അതിനെ തള്ളിക്കളയുമ്പോൾ, നിരന്തരമായി അതിനോട് ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുമ്പോൾ God will withdraw the blessing. ദൈവം സൗജന്യമായി ധാരാളമായി തന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തെ പുച്ഛിച്ച് തള്ളിയാൽ ദൈവം അതിനെ പിൻവലിക്കും. അത് വലിയ ന്യായവിധിയാണെന്ന് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. ഈ പറഞ്ഞ പ്രവചനം അതേപോലെ നിവൃത്തിയായി. ജനത്തിന് നമുക്കറിയാം, ആമോസിന്റെ ശേഷവും ആമോസിനോടൊപ്പം ആ കാലഘട്ടത്തിൽ പല പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ ജനം പ്രവാസത്തിൽ പോയി. ദൈവം അവരെ പല വഴിക്ക് ചിതറിപ്പിച്ചു. മലാക്കി പ്രവചന പുസ്തകത്തിന് ശേഷം നമ്മൾക്ക് തന്നെ അറിയാലോ, 400 വർഷത്തോളം പ്രവാചക ശബ്ദമില്ലാതെ, ദേശത്തിൽ ദൈവത്തിന്റെ ശബ്ദമില്ലാതെ പോയൊരു കാലം. This was literally fulfilled. God takes away the gift of God's word when we do not value it as we should value. നമ്മൾ വില കൊടുക്കേണ്ടതുപോലെ ദൈവവചനത്തിന് വില കൊടുക്കാതിരുന്നാൽ ദൈവം അതിനെ എടുത്തു കളയും, എടുത്തു മാറ്റും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ഇനിയും അവസാനമായിട്ട്, what are the consequences? ഇങ്ങനെ സംഭവിച്ചാൽ ക്ഷാമം സംഭവിക്കുന്നിടത്ത് പറ്റുന്ന അപകടങ്ങൾ, അനന്തരഫലം, കോൺസിക്വൻസ്. പക്ഷെ ഞാനിത് കോൺസിക്വൻസ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേശത്ത് ക്ഷാമം വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഞാനിത് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കോൺസിക്വൻസ് ആയിട്ടല്ല കാണേണ്ടത്, ഇതൊരു സൈൻ ആയിട്ട് വേണം കാണാൻ.
ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ക്ഷാമം ഇനി എപ്പോഴോ സംഭവിക്കും, ക്ഷാമത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നതായിട്ടല്ല കാണേണ്ടത്. ക്ഷാമത്തിന്റെ ചില ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ സഭകളിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരു 4 കാര്യമാണ്, 4 വാക്ക് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താം. 12, 13, 14 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. 12, 13 and 14 8-ാം അധ്യായത്തിന്റെ. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ലാതാനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും. അടുത്ത വാക്ക്. ദാനേ, നിന്റെ ദൈവത്താണ, ബേർഷേബ മാർഗത്താണ എന്ന് പറഞ്ഞും കൊണ്ട് ശമര്യയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, ഇനി എഴുന്നേൽക്കുകയുമില്ല. ഈ 3 വാക്യത്തിലെ 4 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എന്നിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് സമയം അവസാനിപ്പിക്കും. 4 വാക്കുകൾ. ഒന്നാമത്തേത് ഉഴന്ന് ചെല്ലും, സ്റ്റാഗർ. 12-ാം വാക്യത്തിൽ തന്നെ വരുന്ന മറ്റൊരു വാക്ക് അലഞ്ഞ് നടക്കും, വാൻഡർ അറൗണ്ട്. 13-ാമത്തെ വാക്യത്തിൽ ബോധം കെട്ടു വീഴും, ഫെയിന്റ്. 14-ാം വാക്യത്തിൽ വീഴും, ഇനി എഴുന്നേൽക്കുകയില്ല, ദേ വിൽ ഫോൾ. 4 വാക്ക്: സ്റ്റാഗർ, വാൻഡർ, ഫെയിന്റ്, ഫോൾ. ഒന്നാമത്തെ കാര്യം സ്റ്റാഗർ. 12-ാം വാക്യത്തിൽ പറയുന്നത് ഉഴന്ന് ചെല്ലും. 12-ാം വാക്യത്തിൽ പറയുന്നത് വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്ന് ചെല്ലും, സ്റ്റാഗർ. ഈ ഉഴന്ന് ചെല്ലും എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റാഗർ, ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇതിന്റെ ആ റിയൽ സെൻസ്, റിയൽ മീനിങ് ഈസ് ഈ മദ്യം കുടിച്ച് അതിന്റെ ലഹരിയായി കഴിഞ്ഞ ഒരാള് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുടിച്ച് ലെക്ക് കെട്ട് കഴിയുമ്പോൾ ആടി ഒരു കാലം ഇവിടെ വെച്ചാൽ പിന്നെ ഇവിടെ വെക്കും, അങ്ങനെ ആടി നടക്കുന്ന ആ ഒരു നടത്തത്തെയാണ് ഇവിടെ പറയുന്ന സ്റ്റാഗർ. ഉഴന്ന് നടക്കും. ഇനിയും അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഉഴന്ന് നടക്കുക എന്ന് പറയുമ്പോൾ, ഈ ഡ്രങ്ക് ആയി കഴിഞ്ഞാൽ, ഈ മദ്യത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചാൽ there is no discernment. എന്തോ ഇല്ല, വിവേചനമില്ല. ശരിയേതാ തെറ്റേതാ എന്ന് തിരിച്ചറിയാനുള്ള ഡിസേൺമെന്റ് നഷ്ടപ്പെടും. കാരണം നോട്ട് ഇൻ സെൻസ്, നോർമൽ സെൻസിലല്ല, ഇങ്ങനെ ആടി അതും ശരി ഇതും ശരി, അതും കറക്റ്റാണ് ഇതും കറക്റ്റാണെന്നുള്ള നിലയിൽ പോവാ. ശരിയായ ദൈവവചനം ഏതാ തെറ്റേതാന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവരുടെ ഒരു ഇഷ്ടപ്പെട്ട വാക്കുണ്ട്. നമ്മളിപ്പോൾ ആരെയും ഒന്ന് കണ്ടം ചെയ്ത് പറഞ്ഞ ഉടനെ പറയും, ബ്രോ ഡോ നോട്ട് ജഡ്ജ് എനിവൺ. ആരെയും എന്തോ ചെയ്യരുത്, വിധിക്കരുത്. അത് പറഞ്ഞ പിന്നെ അവർക്ക് എല്ലാം ഓക്കെയാണ്. സത്യത്തിൽ നിങ്ങളുടെ സഭകളിലേക്കും നമ്മുടെ ഇടയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് സഭകളിലേക്കും നോക്കിക്കേ. ചർച്ചസ്. ഇതിപ്പോ ഈ ഡിസേൺമെന്റ് ഇല്ലെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഈ വർഷാവസാനം ആയതുകൊണ്ട് എല്ലായിടത്തും എന്തോ ഉണ്ട്. 21 ദിവസവും 7 ദിവസവും 3 ദിവസവും ഒക്കെ ആയിട്ട് ഇങ്ങനെ യോഗം നടക്കുന്നുണ്ട്. ഞങ്ങള് കർത്താവിന്റെ ദിവസം വരെയൊക്കെ സംസാരിച്ച കാര്യം തന്നെ. എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ 1-ാം ദിവസം പ്രസംഗിച്ചതിന് നേരെ വിപരീതമായ കാര്യം 2-ാം ദിവസം വരുന്ന ആള് പ്രസംഗിക്കും. ഈ 3-ാം ദിവസം വരുന്ന ആള് 1ഉം 2ഉം ദിവസം പ്രസംഗിച്ചതിനേക്കാളും അതൊന്നുമല്ല ഇതാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കും. അവസാന ദിവസം പറഞ്ഞ ആള് വചനത്തിൽ എന്തുവാ അവിടെ എങ്ങുമില്ല. കാരണം ഇന്ന് അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞ വചനമേ ഒന്നുമില്ല. പിന്നെ ഇത് അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞ് കാണാം. കൺവെൻഷനും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനേക്കാളുമൊക്കെ അത്ഭുതം ഒക്കെ കണ്ട കാര്യ ഈ ഒരേ കോൺഫറൻസിൽ ഒരേ സമയത്ത് 2 സന്ദേശം. അല്ല, അപ്പൊ ഞാനിത് കേട്ടപ്പോ എന്നോട് ചോദിച്ചവരുണ്ട് നേരിട്ട്. അപ്പൊ എനിക്ക് അന്ന് ഇതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് ഇത് വായിച്ചപ്പോ മനസ്സിലായി എന്തോ പറ്റിയതാ. ഉഴന്ന് നടക്കുക. ആദ്യത്തേതിന് കൈയടിച്ചോ 2ാമത്തേതിനും കൈയടിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഓർത്ത് ഇതെന്തോ ഇവിടെ സംഭവിക്കുന്നത്. ഇത് വൈഡായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ദുരന്തമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഭാവിയിൽ നടക്കുന്ന കാര്യമായിട്ട് കാണല്ല. ഇന്ന് ഓൾറെഡി ഇതിന് സൈൻ ഇവിടെ ഉണ്ട്. ഇനി നാം നമ്മളിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ
ഇവിടെ ആമേനും സ്തോത്രവും ഗ്ലോറി ഇതാണല്ലോ എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ കാണുന്ന, നിങ്ങൾ പങ്കുവെക്കുന്ന സന്ദേശങ്ങളിലൊക്കെ എന്തുവാ? പക്ക നോൺസെൻസ്. ഇത് ലൈവാണേലും കുഴപ്പമില്ല, നമ്മുടെ ഇടയിലുള്ളവർ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ക നോൺസെൻസ്. എനിക്ക് ലജ്ജ തോന്നുക, വേദന കൊണ്ട് ഞാൻ പറയാം. നമുക്ക് ലോകത്തെ മുഴുവനും നന്നാക്കാൻ പറ്റത്തില്ലെങ്കിലും ഇവിടെയുള്ള നമ്മൾ കുറച്ചു പേര് ചിന്തിച്ചാൽ നമ്മുടെ ഇടയിലെ ആ ക്ഷാമം ഒന്ന് മാറ്റിവെക്കാൻ പറ്റത്തില്ലേ? ഉഴന്ന് നടക്കുക, വണ്ടറിങ് അറൗണ്ട്. ബിക്കോസ് ഞാനതാ പറഞ്ഞത്, ഈ വചനത്തിന്റെ ക്ഷാമത്തിന്റെ അടയാളമാണത്. ബലമില്ലാതെ പോയി. വിവേചിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ വേണം? വചന പരിജ്ഞാനം, മെച്യൂരിറ്റി വരണം. അത് നമ്മൾ അറ്റൈൻ ചെയ്യാതെ പോവുക. സ്റ്റാഗറിങ് അറൗണ്ട്, വാണ്ടറിങ് ഹിയർ ആൻഡ് ദേർ. വിച്ച് ഈസ് റൈറ്റ്, വിച്ച് ഈസ് റോങ്, നോ ഐഡിയ. രണ്ടാമത്തെ വാക്ക് 12-ാം വാക്യത്തിൽ തന്നെയാണ്. 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും. അലഞ്ഞു നടക്കും. ഈ അലഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ, ഈ മരുഭൂമിയിൽ കൂടെ ദീർഘദൂരം നടന്ന് ദാഹം കൊണ്ട് വലഞ്ഞ് എവിടെ വെള്ളം കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ഒരു യാത്രക്കാരനോട് സാദൃശ്യം. ആൻ എക്സോസ്റ്റഡ് ട്രാവലർ ഇൻ ദ ഡെസേർട്ട്. അതാണ് ഈ അലഞ്ഞു നടക്കുക എന്നുള്ളതിന്റെ അർത്ഥം. ഇനി ഇവിടെ ഈ വാക്യത്തിൽ തന്നെ ഇവർ ഈ അലഞ്ഞു നടക്കുന്നതിന്റെ ചില സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതിനകത്തിൽ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: സമുദ്രം മുതൽ സമുദ്രം വരെ, വടക്ക് മുതൽ കിഴക്ക് വരെ ഉഴന്ന് അലഞ്ഞ് നടക്കും. അതിന്റെ ഒരർത്ഥം, ഇവര് ക്ഷാമം വന്നപ്പോൾ ഇസ്രായേൽ മുഴുവനും ഇവരെന്താ ചെയ്തു? സഞ്ചരിക്കുക. എവിടെയാണ് കറക്റ്റ് വചനമുള്ള സ്ഥലം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലായിടത്തും അവർ അന്വേഷിക്കുക. ഇതിന് മറ്റൊരു അർത്ഥം, ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്, മനസ്സിലായാൽ അതിനകത്തിൽ ഒരു സന്ദേശമുണ്ട്. സീ ടു സീ, സമുദ്രം മുതൽ സമുദ്രം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ദേശത്ത് ഈ ബൈബിളിൽ തന്നെ മാപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ പിന്നീട് ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഡെഡ് സീ, മെഡിറ്ററേനിയൻ സീ, 2 സീ ആണ്. സീ ടു സീ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് വരെ ഇവര് പോയെന്നൊരർത്ഥം. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയാണ് നോർത്ത് ടു ഈസ്റ്റ്, ഈസ്റ്റ് ടു വെസ്റ്റ്, നോർത്ത് ടു ഈസ്റ്റ്. ഇതിനകത്തിൽ ഒഴിവായത് ഏതാ? അയ്യോ, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടോ? 4 ഡയറക്ഷനിൽ ഏതാ ഒഴിവായത്? ഏതാ? സൗത്ത്. സൗത്തിന്റെ പ്രത്യേകത എന്തുവാന്നറിയാമോ? രാജ്യം 2ആയപ്പോ നോർത്തും സൗത്തുമായി. മലയാളത്തിൽ ഇതൊന്നും അറിയാത്തോണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ അതങ്ങ് പറയുന്നത്. നിങ്ങൾ പിന്നീട് ഇതിന് മലയാളമൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ അതിനകത്ത് ഒരു സന്ദേശമുണ്ട്. നോർത്തും സൗത്തായിട്ട് 2ആയി. അപ്പൊ സൗത്തിലാണ് ദേവാലയവും സൗത്തിലാണ് ദൈവം പറഞ്ഞ നിലയിൽ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഈ ഇസ്രായേലിലെ അച്ചായന്മാര് ഇവർ ഉലകം മൊത്തം കറങ്ങുകയാണ്. ഇവർക്ക് എന്തോ വേണമെന്ന് പറയാം. ഞങ്ങൾ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റർ, എവിടാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഞാനിങ്ങനെ ദേ വാണ്ട് ടു ബി പ്രൗഡ് ഇൻ ടെല്ലിംഗ് ദാറ്റ് ദേ ആർ എ സീക്കർ. പക്ഷെ യഥാർത്ഥത്തിൽ സത്യം എവിടെ ഉണ്ട്? സൗത്തിലുണ്ട്. പക്ഷെ സൗത്തിൽ ഞങ്ങൾ പോത്തില്ല, ഞങ്ങൾ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് അവരവിടെ ചെയ്യുന്നത്. ഡെലിബറേറ്റ്ലി ദേ അവോയ്ഡ്. നമ്മൾ വലിയ സംസാരിക്കാൻ പറഞ്ഞു വചനത്തിന് വേണ്ടിയാ, പക്ഷെ യഥാർത്ഥ വചനത്തിന്റെ ഇത് വന്ന അതൊന്നുമല്ല. ഇവിടെ ഈ മരുഭൂമിയിൽ നടന്ന് അലഞ്ഞെന്ന് പറഞ്ഞാൽ എന്തോ അറിയോ? They are tired of searching for the best worship experience. ഏറ്റവും നല്ല അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ അലയാ. അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ അതിന്റെ അടയാളം എന്താണെന്നറിയോ? അതിന്റെ അടയാളമാണ് ഈ നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. The person is not accountable to a local church. ഒരു പ്രാദേശിക സഭയോട് ഒരു ബന്ധമില്ല. കുറെ നാളായാലും ഇന്ന് കണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്ന് ലൈവ് ആയതുകൊണ്ട് ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ആയിരുന്നു. അടുത്ത ആഴ്ച കാണുമോ? അടുത്ത ആഴ്ച ചിലപ്പോൾ കണ്ടേക്കാം,
വേറൊരിടത്തൂടെ ഉണ്ടെന്നിങ്ങനെ അപ്പൊ അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞ് നടക്കുക. കാരണം എന്താ അറിയോ, എന്തോ ഒരു സംഭവം എന്തോ ഉണ്ട്, സംതിങ്, ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എവിടോ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അലഞ്ഞ് നടക്കുക. ഞാൻ നമ്മുടെ സഭയിലുള്ളവരോട് അങ്ങ് പറയാ, ആവശ്യത്തിൽ കൂടുതൽ ദൈവത്തിന്റെ കരുണയാൽ ഇവിടെ ലഭിക്കുമ്പോൾ ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള നിലയിൽ അലഞ്ഞ തിരിഞ്ഞ്, അത് മീഡിയയിൽ കൂടെ ഇപ്പോൾ അലയാം. ഇപ്പൊ വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ ഈ സമുദ്രം തൊട്ട് സമുദ്രം വരെ, നോർത്ത് തൊട്ട് ഈസ്റ്റ് വരെ വീട്ടിൽ തന്നെ ഇരുന്ന് അലയാനുള്ള സൗകര്യമുള്ളപ്പോൾ ദൈവവചനം ഇവിടെ ലഭിക്കുന്നതിനെ തള്ളിക്കളഞ്ഞാൽ അത് ഈ വെള്ളം കിട്ടാതെ അലയുന്ന ട്രാവലറിനെ പോലാകുമെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ദിസ് ഈസ് എ പ്രോബ്ലം ഇൻ വിശ്വാസ സമയം. ഞാൻ പറഞ്ഞില്ലേ, ഈ നോട്ട് അക്കൗണ്ടബിൾ. ഇപ്പൊ നമ്മള് ഏത് ചർച്ചാന്ന് പറഞ്ഞത്, ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനി ചർച്ച്. ദേ ആർ ജസ്റ്റ്, ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അത് ദാറ്റ് ഇസ് നോട്ട് ബിബ്ലിക്കൽ. അത് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഈ ചർച്ചുകളിൽ വചനമില്ലാത്തതിന്റെ ലക്ഷണമാണിത്. വി ആർ നോട്ട് ഏബിൾ ടു കീപ് അവർ പീപ്പിൾ ആർ വാൻഡറിങ് അറൗണ്ട്. ഉലഞ്ഞ് നടക്കുക, അലഞ്ഞ് നടക്കുക, ഉഴന്ന് നടക്കുക. ഇനി 13-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം നോക്കിക്കേ. 13-ാമത്തെ വാക്യം, അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. സൗന്ദര്യമുള്ള കന്യകമാർ, ആരോഗ്യമുള്ള ബലമുള്ള യൗവനക്കാർ. ആ വാക്കുകൾ നല്ല വാക്കാണ്. ലവ്ലി യങ് വുമൺ, സ്ട്രോങ് യങ് മെൻ. ഒരു ക്ഷാമം വന്നാൽ, അപ്പത്തിന്റെ ക്ഷാമം, ഇപ്പൊ 2 ദിവസം പട്ടിണി കിടന്നാലും പിള്ളേർക്ക് വേണം എന്തോ ചെയ്യാം, നല്ല ആരോഗ്യമുള്ള യൗവനക്കാരൊക്കെ പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, വചനത്തിന്റെ ക്ഷാമം ഉണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അടുത്ത തലമുറയാണെന്ന് തിരിച്ചറിയണം. ഈ ക്ഷാമത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇറ്റ് വിൽ അഫക്ട് ദി ചിൽഡ്രൻ മാക്സിമം. തലമുറകളെ നഷ്ടപ്പെട്ടു പോവുക. തലമുറകൾ ഇഷ്ടമല്ല, തലമുറകൾക്ക് ദൈവവചനത്തിന്റെ സത്യങ്ങളോട് താല്പര്യമില്ല. എന്റെ കാരണം, വെൻ ഫാദർ ആൻഡ് മദർ, അപ്പനും അമ്മയും ദൈവവചനത്തോട് പ്രതികരിക്കുന്നത്, സ്വീകരിക്കുന്നത് ശരിയല്ലെങ്കിൽ അവരുടെ തലമുറകൾക്ക് എന്ത് പറ്റും? ഇത് ഈ പറഞ്ഞ പോലെ നടക്കും. കഴിഞ്ഞ തവണ ഹോശേയയുടെ പ്രവചന പുസ്തകത്തിൽ ഇതിന് സമാനമായ ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറഞ്ഞ കാര്യം, ബിക്കോസ് യു റിജക്റ്റഡ് മൈ വേർഡ് ഐ വിൽ റിജക്ട് യുവർ ചിൽഡ്രൻ. നിങ്ങൾ വചനത്തെ തള്ളിക്കളയുമ്പോൾ നിങ്ങളുടെ തലമുറകളെ ഞാൻ തള്ളിക്കളയുമെന്ന് പറയാ. സ്പിരിച്വൽ ഫാമിൻ ഉണ്ടോ സഭകളിൽ? അതിന്റെ ആ അടയാളമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൗവനക്കാർക്ക് താല്പര്യമില്ലാതെ പോകുക. ഈ സഭയിലെ നമ്മുടെ ചർച്ചും കേൾക്കുന്ന മറ്റ് സഭക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ കാര്യമായിട്ട് കേൾക്കണം. ദിസ് ഈസ് ദ ഫാക്ട്. യൗവനക്കാർക്ക് എന്തുകൊണ്ടാ താല്പര്യമില്ലാത്ത? അവരെ എന്റർടൈൻ ചെയ്യുന്ന പോലത്തെ കുറച്ചും കൂടെ കാര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ നടക്കത്തില്ല. ദൈവത്തിന്റെ വചനം, സത്യസുവിശേഷം പറഞ്ഞ് അവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന് ഇതിലും ശ്രേഷ്ഠമേറിയത് നൽകാനുണ്ട്. അവരെ നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കാതെ പോകും. ഞാനിത് പറയുമ്പോൾ എക്സ്പീരിയൻസ്, ഇവിടെ ദേവദാസന്മാർക്കൊക്കെ ഇത് അനുഭവം ഉണ്ടായി കാണും. ഐ ഹാവ് ഇന്ററാക്റ്റഡ് വിത്ത് യൂത്ത്സ് ഓഫ് അതർ ചർച്ചസ് ഓൾസോ. മറ്റ് സഭകളിലെയും യൗവനക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസവും ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്, ദേ ആർ മോക്കിംഗ് ദ മെസ്സേജസ് ഓഫ് ദെയർ പാസ്റ്റർ. അവരുടെ സഭയിൽ പ്രസംഗിച്ച സന്ദേശത്തെ ഇതാണോ സന്ദേശമെന്ന് ചോദിക്കുന്ന നിലയിലേക്ക് യൗവനക്കാര് വളർന്നുവെന്ന് മനസ്സിലാക്കുക. ഈ പാട്ടും ഓളവും ബഹളവും കയ്യടിയും അന്യഭാഷയും കൊണ്ട് പിള്ളാരെ ഒന്നും ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദൈവസഭയുടെ ഭാഗമാക്കി നിർത്താൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ യൗവനക്കാർ ആവശ്യത്തിൽ കൂടെ ദൈവവചനം കേൾക്കുന്നവരാണ്. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സന്ദേശം മനസ്സിലാക്കണം. ആവർത്തിച്ച് സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടിട്ട് പത്യവചനത്തോട് പ്രതികരിക്കാതിരുന്നാൽ യു വിൽ റീച്ച് എ പോയിന്റ് where you won't have it. നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോകുന്ന, അത് ലഭ്യം അല്ലാത്തൊരു കാലം വരാനുള്ള സാധ്യതയുണ്ട്. 3-ാമതായിട്ട് ഞാൻ പറഞ്ഞത്, ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീഴുമെന്ന് പറയുമ്പോൾ സഭയിൽ നിന്ന് പോകുന്നതാകാം, ലോകത്തിൽ ബോധം കെട്ട് വീഴുമെന്നാകാം, പാപത്തിൽ വീഴുമെന്നാകാം. ലോകം നൽകുന്ന എന്തിനും പുറകെ പോകുന്ന
ഒരു യൗവന തലമുറ പെന്റക്കോസ്റ്റൽ ചർച്ചസിൽ നിന്ന് പോകുന്നത് വലിയ അപകടത്തിന്റെ സൂചനയായി നമ്മൾ കാണണം. 4-ാമത്തെ ആ വാക്യം നോക്കി, അതിന്റെ അവസാനത്തെ വാക്യം. ദാനേ, നിന്റെ ദൈവത്താണ, ബേർഷേബ മാർഗത്താണ എന്ന് പറഞ്ഞും കൊണ്ട് ശമര്യയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, ഇനി എഴുന്നേൽക്കുകയുമില്ല. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അതിന്റെ ആ ആശയം മാത്രം പറയാം. ദാന, ബർഷേബ, ശമരിയെ പറ്റി, ബേതേലിനെ പറ്റി, ബർഷേബയെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തുള്ള ഇസ്രായേൽ മക്കൾ ആരാധനയ്ക്ക് വേണ്ടി, അവർ യാഗം കഴിക്കാൻ വേണ്ടി അവർ കടന്നു പോകുന്ന സ്ഥലങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവര് ദൈവത്തിന്റെ വചനം ലഭിക്കാതെ വരുമ്പോൾ ഈ ഉഴന്ന് ചുറ്റി നടന്നു പോകുന്നത് എങ്ങോട്ടാ? ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക്. വചനമില്ലാത്ത ദൈവവചനത്തെ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പ്രവാചക ശബ്ദത്തെ നിന്ദിച്ച, ദൈവത്തെയും ദൈവത്തിന്റെ പ്രവാചകനെ പുറത്താക്കിയ അവരുടെ അരികിലേക്കാണ് ഈ ജനം കടന്നു പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വാട്ട് വിൽ ഹാപ്പൻ? ഈ വചനം ദൈവസഭകളിൽ കുറഞ്ഞതിന്റെ ഒരു ലക്ഷണം എന്തുവാന്നറിയാമോ? എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയത്തില്ലെങ്കിലും ഈ സോ കോൾ ന്യൂജൻ എന്ന് പറഞ്ഞ് വചനത്തിന്റെയും ഒരു ബൗണ്ടറിയും ഇല്ലാത്തതുപോലെ കൂട്ടായ്മകൾ ഇവിടെ വർദ്ധിച്ചതിന്റെ കാരണം എന്താ? ഇനി നിങ്ങൾ ഇപ്പം മെയിൻ ലൈൻ പെന്റക്കോസ്റ്റൽ ചർച്ചുകൾ വിട്ട് ഈ വളർന്നു വരുന്ന ഏത് സംഘടനയെ നോക്കിക്കോ, അവിടെ ഏറ്റവും കൂടുതലുള്ളത് പ്രായമുള്ളവരാണോ? യൂത്ത്സ് ആണ്. നമ്മുടെ പ്രായമുള്ളവരെ എക്കാലത്ത് ഇവിടെ കാണും. അച്ഛാ, മക്കൾ എന്ത് ചെയ്യും? മക്കൾക്ക് അവിടെ താല്പര്യം. യു കാനോട്ട് ഇൻഫ്ലുവൻസ്. വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം സഭകളിൽ വചനത്തിന്റെ ദൗർലഭ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ അറിയാമോ? യു വിൽ ഫോൾ ആൻഡ് യു കാനോട്ട് റൈസ്. എഴുന്നേക്കാൻ പറ്റാത്തതുപോലത്തെ ഒരു സമയം. ഇതിനോട് കമ്പയർ ചെയ്ത് പറയുന്ന ഒരു ഭാഗം പഴയ നിയമത്തിലെ ശൗല് രാജാവിന്റെ അവസാനത്തെ കാലം. ശമൂവേൽ പ്രവാചകൻ ഉള്ള സമയത്ത് പ്രവാചകന്റെ പല ദൈവാലോചനയും തള്ളിക്കളഞ്ഞ് അനുസരിക്കാതെ തനിക്ക് ബോധിച്ചതുപോലെയും പ്രവാചകന് വേണ്ടി കാത്തിരിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് നമുക്കറിയാം. അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു സംഭവമുണ്ട്. 28-ാം അധ്യായം വായിക്കണ്ട, സമയം കഴിയും. അവസാനം വരുമ്പം പറയുന്നത്, യഹോവ എന്നോട് സംസാരിക്കുന്നില്ല. ഇത്ര നാൾ സംസാരിച്ചപ്പോ നീ കേട്ടില്ലല്ലോ, ഇപ്പോൾ യഹോവ സംസാരിക്കുന്നില്ല. ഈ ദൈവാലോചന അറിയാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പുരോഹിതന്മാർ പഴയ നിയമത്തിൽ, അതിൽ കൂടെയും സംസാരിക്കുന്നില്ല. ഇനി ഒരു വിദ്യ ഉണ്ട്. എന്തുവാ? വെളിച്ചപ്പാടത്തി ഉണ്ടോ? പണ്ട് രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയതാ, അവരുടെ അടുത്തേക്ക് ആലോചന തേടിച്ചെന്ന് അത് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു വീഴ്ചയായി പോയെന്ന് ഈ വാക്യത്തിൽ കാണുന്ന അതേ കാര്യമാണ് സംഭവിക്കുന്നത്. ധാരാളമായി ദൈവവചനമുള്ളപ്പോൾ ഇതിനെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ലഭിക്കാത്തൊരു കാലഘട്ടത്തിൽ ഇതേപോലുള്ള കുരുക്കുകൾ, വചനമില്ലാതെ ജനത്തെ വഞ്ചിക്കുന്ന കച്ചവടങ്ങൾ ഈ ദേശങ്ങളിൽ വർദ്ധിക്കുമ്പോൾ അതിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത വീഴ്ച നമ്മുടെ സമൂഹത്തിന് സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ എൻ്റെ സന്ദേശത്തെ കൺക്ലൂഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ചെങ്കിലേ നിങ്ങളുടെ മനസ്സിൽ ഇത് ഇരിക്കത്തുള്ളൂ. ദ മെസ്സേജ് ഇസ് ദിസ്. പറഞ്ഞു വരുന്ന സന്ദേശം ഇതാണ്. നമുക്ക് ആവശ്യത്തിൽ അധികം എന്ന് പറയുന്നത് ശരിയല്ല. വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് സഫിഷ്യന്റ് ഗോഡ്സ് വേർഡ് അമംഗ് us. ആവശ്യമായിട്ട് ദൈവത്തിന്റെ ആലോചന നിരന്തരം നമുക്ക് ലഭിക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെങ്കിൽ ഇഫ് വി ഇഗ്നോർ ഇറ്റ്, നമ്മൾ അത് തള്ളിക്കളഞ്ഞാൽ, നമ്മൾ അതിനെ അവഗണിച്ചാൽ വലിയ ക്ഷാമം നമ്മുടെ മധ്യത്തിലും കടന്നു വരാം. ഇതിന് സൊല്യൂഷനായിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു സന്ദേശം പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഈ പറഞ്ഞു വരുന്ന പോലെ വചനത്തിന് വിരുദ്ധമായ പഠിപ്പിക്കലും വലിയ കോലാഹലം നടക്കും. കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഒരു മീറ്റിങ്ങിന്റെ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കൂടുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വചനമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇതേപോലത്തെ ഇഷ്ടംപോലെ കൂട്ടായ്മകൾ വർദ്ധിച്ചു വരുമ്പോൾ വാട്ട് ക്യാൻ ബി ഡൺ?
ഞാൻ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, വി നീഡ് ടു ഹാവ് പ്രോഫറ്റ്സ് ലൈക്ക് ആമോസ്. ആമോസിനെ പോലെയുള്ള പ്രവാചകന്മാർ. മീനിങ്, ആമോസിനെ പറ്റി ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞായിരുന്നു. ആമോസിനെ ഒപ്പോസ് ചെയ്തപ്പോൾ ആമോസ് പറഞ്ഞത്, ഞാൻ പ്രവാചകനല്ല, ഞാൻ പ്രവാചക ശിഷ്യനല്ല, ഞാൻ കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ ദൈവം പിടിച്ചത്. അതിന്റെ അർത്ഥം, ഹി വാസ് ആൻ ഓർഡിനറി, സാധാരണ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു വിശ്വാസി, സാധാരണ വിശ്വാസി, അസാധാരണമായ കറേജോടെ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുക. ഈ ഇപ്പൊ ഇവിടെ പറഞ്ഞ 2-3 പാസ്റ്റർമാരോ ഒന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് തിരുത്താൻ പറ്റാത്ത പോലെ ഇത് വർദ്ധിക്കുമ്പോൾ, ഇറ്റ്സ് എ ബിഗ് സിസ്റ്റം. ഇവിടെ ഇരിക്കുന്ന സാധാരണയിൽ സാധാരണക്കാരായവർ ദൈവവചനത്തിന്റെ സത്യത്തിന് വേണ്ടി എഴുന്നേൽക്കണം. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ വിശ്വാസിയൊക്കെ ആയിരിക്കും, പക്ഷെ വചനവിരുദ്ധമാണെങ്കിൽ ഖണ്ഡിക്കാനുള്ള ക്വാളിറ്റി നമുക്കുണ്ടാവണം. That applies to everyone, every believer. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് you should have the courage to stand up for the word that has been proclaimed. അല്ല, നമ്മൾ ഒരാൾ എന്തോ പറഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങളുടെ വാസ്തു അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ, അപ്പൊ നമ്മൾ അതുകൂടെ അങ്ങനല്ല. We stand. നമ്മൾ കർത്താവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരു സൈന്യമായി ഇവിടെയുള്ള ഓരോരുത്തരും ദൈവവചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് നിന്നെങ്കിലേ we can make a difference. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരണം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വചനവായന, വചന പഠനം, വചനധ്യാനം നമുക്കുണ്ടോ? കേവലം ധ്യാനവും പഠനം മാത്രമല്ല, ആ കേൾക്കുന്നത്, പഠിക്കുന്നത് പ്രായോഗികമാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നമുക്കുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ വചനം പ്രാക്ടീസ് ചെയ്യുന്നവരാണോ നമ്മൾ? ഇന്ന് കർത്താവിനോട് പറയണം, ലോർഡ്, എൻ്റെ ഉള്ളിൽ ദൈവവചനത്തോടുള്ളൊരു ആവേശം പകരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ, സത്യമെന്താ വ്യാജമേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവേചിക്കാനുള്ള വചന പരിജ്ഞാനം എനിക്ക് നൽകണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ കാറ്റടിച്ചിങ്ങനെ അലഞ്ഞു നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളം അടിച്ചിങ്ങനെ കറങ്ങി നടക്കുന്നത് പോലെയല്ല. ഹെൽപ്പ് us to be rooted in the word. ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളോടൊപ്പം, ഞങ്ങൾ വിശ്വസിച്ച ദൈവവചനത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാൻ, അവരെ ദൈവവചനത്തിന്റെ സത്യത്തിൽ നടത്താനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. We need to apply it to the churches and also to our church. ഞാനിത് പറയുമ്പം ഒത്തിരി കട്ട് ചെയ്യാൻ തോന്നും, പക്ഷെ ദ മെസ്സേജ് ഈസ് വെരി ക്ലിയർ. നമ്മൾ ആസ് എ ചർച്ച്, ആസ് എ ലോക്കൽ ചർച്ച്, നമ്മൾ ദൈവം സഹായിച്ച് നമ്മൾ എപ്പോഴും പറയും വചനം കേൾക്കുന്നു, ഇത്രയും പാസ്റ്റേഴ്സ് ഉണ്ട്, വചനം കേൾക്കും. പക്ഷേ ദ പോയിന്റ് ഈസ്, നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ, അത് നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ അതെന്നും ഉള്ളതാന്നുള്ള നിലയിലാണെങ്കിൽ, ഈവൻ വി ആസ് എ ചർച്ച് വിൽ റീച്ച് എ പോയിന്റ് where we will desire, നമ്മൾ ഒരു സന്ദേശം കേട്ടെങ്കിൽ, പക്ഷെ you will not have it. പലയിടത്തൊക്കെ സന്ദേശം ചെന്ന് പറഞ്ഞു പറയാം, കുറെ നാളുകൾ കൊണ്ടാ ഇങ്ങനെ ഒരു സന്ദേശം ഈ സഭ കേട്ടേന്ന് പറഞ്ഞിട്ടില്ലയോ? എത്രയോ പേര് പറഞ്ഞിട്ട്. എനിക്ക് റീസെന്റ് ഒരു വലിയ, ഞാൻ പേര് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ ഇൻസൾട്ട് പോലെ. ദാറ്റ് ക്യാൻ ഹാപ്പൻ ഈവൻ ടു us. നമ്മളുടെ മനോഭാവം, നമ്മുടെ കൂട്ടായ്മകളിലുള്ള ഉഴപ്പുകൾ, കൂട്ടായ്മകളിലുള്ള അശ്രദ്ധ, അലങ്കോലമായിട്ടിരിക്കുന്ന മനസ്സ് പല നിലയിലേക്ക് വിട്ടുകൊടുത്ത് ദൈവവചന ശുശ്രൂഷയെ ഗൗരവത്തോടെ കാണാതിരിക്കുമ്പോൾ ഈ കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. സത്യത്തിൽ നമ്മുടെ മിഷൻ അപ്പൊ എന്തുവാ? അനേക സഭകളിൽ യൗവനക്കാര്, അനേക സഭകളിൽ പട്ടുപോകുമ്പോൾ, വീണുപോകുമ്പോൾ, ഈ ക്ഷാമകാലത്ത് ഫുഡ് സപ്ലൈ ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതൽ കർത്താവ് നമുക്ക് തരുമ്പോൾ, അത് നമ്മുടെ മീഡിയയിൽ കൂടെ ആകട്ടെ, കർത്താവിന്റെ ദാസന്മാർ കടന്നു പോകുന്നിടത്താട്ടെ, ഈ ക്ഷാമകാലത്ത് ധാരാളമായി ദൈവവചനത്തെ വിളമ്പിക്കൊടുക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന. ഞാനിത് കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരും. എന്നോട് കർത്താവ് ഇടപെട്ടൊരു കാര്യം ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുന്നവരുള്ള ബന്ധത്തിലും പറയട്ടെ. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓരോ തവണ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും we have the temptation,
നമ്മുടെ ഉള്ളിൽ ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്. എന്തുവാണെന്നറിയാമോ? ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കുക, അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുക, അവരെ ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടി വേറെന്തോയിലും കൂടെ ഒക്കെ പറഞ്ഞാലോ എന്നുള്ളൊരു പ്രലോഭനവും ഒരു ടെംപ്റ്റേഷനും കടന്നു വരാം. There will be a temptation to replace God's word with material and felt needs of the people. എന്നോട് കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. If we compromise or if I compromise, ഞാൻ ദൈവവചനത്തെ കോംപ്രമൈസ് ചെയ്ത് ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടി പ്രസംഗിച്ചാൽ, എന്നോട് കർത്താവ് പറഞ്ഞത്, the Lord will just withdraw from me. കർത്താവ് പിന്നെ സംസാരിക്കാതെയാകും. കർത്താവ് കരുണ തോന്നിയല്ലേ വചനത്തിന്റെ പ്രകാശനം നൽകുന്നത്. പക്ഷെ ഞാൻ അതിനെ വളച്ചൊടിച്ച് പല വഴിക്ക് കൊണ്ടുപോകുമ്പോൾ the Lord will withdraw from us. And അതിൽ കൂടുതലുള്ള ദുരന്തം എന്താ? ഈ വചനം സംസാരിക്കുന്ന പല ദേവദാസന്മാർ പിന്നീട് ഇത് കേൾക്കുമായിരിക്കും. Let us stand for the Lord. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, till the end വചനത്തിന് വേണ്ടി നിൽക്കാൻ. പ്രലോഭനത്തിന്റെ കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ കർത്താവ് കൃപ പകരാൻ വേണ്ടി ഇവിടുത്തെ കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ അടുക്കൽ ഒരിക്കൽ ജനം ഒന്നിച്ചു കൂടുമ്പോൾ യേശു അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയാ, because you got bread, you are following me. യേശു പറഞ്ഞു, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന അപ്പം അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. ദീർഘമായ ഒരു സന്ദേശം കഴിയുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ഇത് കഠിന വാക്ക്, ഇതാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറഞ്ഞ് ജനമെല്ലാം പോയി. വലിയൊരു കൂട്ടം ശിഷ്യന്മാർ അന്ന് യേശുവിനെ വിട്ടുപോയി. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കും വേണേ? പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്നെ വിട്ടിട്ട്, നിത്യജീവന്റെ മൊഴികൾ വിട്ടിട്ട്, അപ്പത്തിന് വേണ്ടി നിത്യജീവന്റെ മൊഴികൾ വിട്ട് ഇഹലോകത്തിലെ താൽക്കാലികമായ നന്മകളുടെ പുറകെ നമ്മൾ പോകല്ലേ. The Lord by His grace has given us this understanding. Let us with all heart stand for the Lord. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മൾ ഈ കേട്ട ഈ ജനത്തോട് ദൈവം പറഞ്ഞ ന്യായവിധി നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരാതെ, നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരാതെ, കർത്താവിൻ്റെ വചനം ധാരാളമായി ലഭിക്കുമ്പോൾ അത് ഭക്ഷിച്ച്, അത് പാനം ചെയ്ത് ആരോഗ്യമുള്ളവരായി ഈ കാലഘട്ടത്തിലെ വചനവിരുദ്ധമായി വളർന്നു വരുന്ന തിന്മകൾക്കെതിരെ പോരാടാൻ ബലമേറ്റെടുത്തവരായി നമുക്ക് നിൽപ്പാൻ കർത്താവ് കൃപ പകരട്ടെ. സമർപ്പണമുള്ളവരുണ്ടോ? ഹല്ലേലൂയ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, അങ്ങേ വിട്ടിട്ടാടിയങ്ങൾ വസിക്കും, അങ്ങേ വിട്ട്. ആമേൻ.